ഹലോ എവരി വൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് NIOS +2 പൊളിറ്റിക്കൽ സയൻസിലെ 10ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ്. NIOS +2 10ാമത്തെ യൂണിറ്റ് 10th യൂണിറ്റ് ആയിട്ടുള്ള യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ളൊരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയില് നമുക്ക് നമ്മുടെ രാജ്യം എങ്ങനെ ഭരിക്കണം എന്നും ഭരിക്കപ്പെടണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രല്ല, നമുക്കൊരു ഇന്ത്യൻ പാർലമെന്റ് ഉണ്ട്. ആ പാർലമെന്റിൽ രാജ്യസഭയുണ്ട്, ലോകസഭയുണ്ട്. അതേപോലെ തന്നെ ആ പാർലമെന്റിനെ കൈകാര്യം ചെയ്യുന്നത്, അഥവാ ആ പാർലമെന്റിന്റെ ഫുൾ കൺട്രോളിംഗ് പവർ എന്ന് പറയുന്നത് രാഷ്ട്രപതിക്കാണ്. നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ രാജ്യസഭയായാലും ലോകസഭയായാലും അതിനെ രണ്ടിനെയും കൈകാര്യം ചെയ്ത് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നമ്മുടെ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ സൈൻ കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് നിയമവും കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പ്രധാനമന്ത്രിയെ വരെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. അതായത് ഭരിക്കുന്ന പാർട്ടികളെ തീരുമാനിക്കുന്നതും അതിൽ നിന്നൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ കണ്ടെത്തുന്നതൊക്കെ രാഷ്ട്രപതിയാണ്. അപ്പൊ നമ്മുടെ രാഷ്ട്രപതിയെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ, യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമന്ത്രിയെ കുറിച്ചും രാഷ്ട്രപതിയെ കുറിച്ചും ഉപരാഷ്ട്രപതിയെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ചാപ്റ്റർ 10 യൂണിയൻ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ ഗൈഡിലെ 10ാമത്തെ ചാപ്റ്ററില് പേജ് നമ്പർ 74 അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ വീഡിയോ റെക്കോർഡിംഗ് ക്ലാസ് കേട്ടതിന് ശേഷം വേണം നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡ് എടുത്ത് പഠിക്കാൻ. ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ ആ ബുക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഈ റെക്കോർഡിംഗ് ക്ലാസ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇന്ത്യയിലെ കേന്ദ്ര എക്സിക്യൂട്ടീവിന്റെ ഘടനയും പ്രവർത്തനങ്ങളും. നമുക്കറിയാം, ഇന്ത്യയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നതാണ്? രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ ചേർന്നതാണ് എന്ന് നമുക്കറിയാം. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തില് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇന്ത്യ ഒരു പാർലമെന്ററി ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. പാർലമെന്ററി ജനാധിപത്യ റിപ്പബ്ലിക് ആണ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലെ പാർലമെന്റ് നിലകൊള്ളുന്നത് ഡെമോക്രസിയിലൂടെയാണ്, ജനാധിപത്യത്തിലൂടെയാണ്. ജനങ്ങളാൽ ജനപ്രതിനിധികളെ കണ്ടെത്തി ആ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതാണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് നിലകൊള്ളുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലൂടെയാണ്? ജനാധിപത്യ റിപ്പബ്ലിക്കിലൂടെയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ നിലനിൽപ്പ്, ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയും വരും ലോകസഭയും വരും. ഇപ്പൊ ഇന്ത്യയുടെ രാജ്യസഭയും ലോകസഭയും നിലകൊള്ളുന്നത് എന്തിലൂടെയാണ്? ജനാധിപത്യ രീതിയിലൂടെയാണ്. അതുകൊണ്ട് ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പാർലമെന്റ് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. കേന്ദ്ര എക്സിക്യൂട്ടീവ് 4 പ്രധാന ഘടകങ്ങൾ അടങ്ങുന്നു. ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. അതുകൊണ്ട് 4 ഘടകങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ വരുന്നത്. ഏതൊക്കെ ഘടകങ്ങളാണ് നോക്കൂ. ആദ്യം നമുക്ക് രാഷ്ട്രപതിയെ കുറിച്ച് പഠിക്കാം. ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റിലെ തലപ്പത്തുള്ള ആൾ ആരാണ്? ഇന്ത്യൻ പാർലമെന്റിന്റെ ഫുൾ കൺട്രോളിംഗ് പവർ ആരാണ്? രാഷ്ട്രപതിയാണ്, ഇന്ത്യൻ പ്രസിഡന്റ്. ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമുർജിയാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രപതിയിലൂടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിന്റെ ഫുൾ കൺട്രോളിംഗ് പവർ നിലകൊള്ളുന്നത്. ഇനി നമുക്ക് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും യോഗ്യതകളെ കുറിച്ചുമാണ് ഡിസ്കഷൻ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് ഒരു ഇലക്ടറൽ കോളേജ് വഴി പരോക്ഷമായി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഒരു ഇലക്ടറൽ കോളേജ് വഴി പരോക്ഷമായിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ അഥവാ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഇനി ഇലക്ടറൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ? ലോകസഭയിലും
രാജ്യസഭയിലും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും കൂടി വോട്ട് ചെയ്യുമ്പോഴാണ് ആരെ തെരഞ്ഞെടുക്കുക? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക. ഇപ്പൊ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണ്? ഒരു ഇലക്ടറൽ കോളേജ് വഴി പരോക്ഷമായിട്ടാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ലോകസഭ, രാജ്യസഭ അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും വോട്ട് ചെയ്തതിലൂടെയാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? നമ്മുടെ പ്രസിഡന്റിനെ അഥവാ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഒരു ഇലക്ട്രൽ കോളേജാണ് ലോകസഭ. ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യസഭയും ലോകസഭയിലും അംഗങ്ങളും അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും കൂടി ചേർന്നുകൊണ്ടാണ് എന്ത് ചെയ്യുക? വോട്ട് ചെയ്യുന്നത്. ഇതാണ് ഇലക്ടറൽ കോളേജ്. അതായത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന വഴി അഥവാ അല്ലെങ്കിൽ ഇലക്ടറൽ കോളേജ്. ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇലക്ടറൽ കോളേജ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? നമ്മുടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു വഴിയാണ് ഏത്? ഇലക്ടറൽ കോളേജ്. അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളും അതാത് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും വോട്ട് ചെയ്യുന്നതിനെയാണ് ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ യോഗ്യതകൾ, ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് എന്നാണ് പറയുന്നത്. ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ പൗരനായിരിക്കണം. നമ്മുടെ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുമ്പോൾ ആ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത്, ഒന്നാമത്തെ യോഗ്യത അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. മാത്രല്ല 35 വയസ്സ് പൂർത്തിയായിരിക്കണം. രാഷ്ട്രപതിക്ക് എത്ര വയസ്സായെങ്കിലും ആവണം എന്നാണ് പറയുന്നത്? 35 വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം. മാത്രല്ല ലോകസഭ ആകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ലോകസഭ അംഗമാകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ലോകസഭയിലെ അംഗമാകാനുള്ള യോഗ്യത ആർക്കുണ്ടായിരിക്കണം? പ്രസിഡന്റിനുണ്ടായിരിക്കണം. ലാഭകരമായ സർക്കാർ പദവി ഒരിക്കലും വഹിക്കരുത്. സർക്കാർ ജോലി ഉണ്ടാവരുത്. സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അത് റിസൈൻ ചെയ്തിട്ട് മാത്രമേ ഏത് സ്ഥാനത്തേക്ക് വരാൻ പാടുള്ളൂ? രാഷ്ട്രപതിയുടെ ആ യോഗ്യതയിലേക്ക് വരാൻ പാടുള്ളൂ. രാഷ്ട്രപതിയായി മത്സരിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഒരു രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് ആണ്. ഇലക്ടറൽ കോളേജ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയും ലോകസഭയും അതാത് സംസ്ഥാനങ്ങളിലെ നിയമസഭാംഗങ്ങളും ചേർന്നതിനെയാണ് ഇലക്ടറൽ കോളേജ് എന്ന് പറയുക. മാത്രല്ല രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് 35 വയസ്സ് പൂർത്തിയായിരിക്കണം. മാത്രല്ല പിന്നെന്താണ്? ലോകസഭാംഗമാകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ലാഭകരമായ സർക്കാർ പദവി ഒരിക്കലും രാഷ്ട്രപതി വഹിക്കരുത്. അടുത്തത് കാലാവധി. രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. മാത്രല്ല രാഷ്ട്രപതിയെ നീക്കം ചെയ്യുക ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ മാത്രമേ രാഷ്ട്രപതിയെ നീക്കം ചെയ്യാൻ സാധിക്കൂ. ഇംപീച്ച്മെന്റിലൂടെ ഒരു നിയമമാണ്. രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നിയമത്തെ പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റ് കാരണം എന്താണ്? രാഷ്ട്രപതിയെ ആ സ്ഥാനത്തിൽ നിന്നും ആ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നിയമമാണ് ഇംപീച്ച്മെന്റ്. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും യോഗ്യതകളെ കുറിച്ചും കാലാവധിയെ കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾ ഈ പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ടോപ്പിക്സ് നോക്കൂ. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. നമ്മുടെ രാഷ്ട്രപതിക്ക് നിങ്ങളുടെ ഗൈഡില് ആ ഒരു ക്വസ്റ്റ്യൻ കടക്കുന്നുണ്ട്. രാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ച് വിശദീകരിക്കുകയാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രധാനമായും 4 അധികാരങ്ങളെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് അധികാരം പറയുന്നുണ്ടെങ്കിൽ പോലും 4 ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ അധികാരങ്ങള്? 1ാമത്തെ അധികാരമാണ് എക്സിക്യൂട്ടീവ് അധികാരം. 2ാമത്തെ അധികാരമാണ് നിയമനിർമ്മാണ അധികാരം. 3ാമത്തെ അധികാരമാണ് ധനകാര്യ അധികാരം. 4ാമത്തെ അധികാരമാണ് ന്യായാധികാര അധികാരം. ഇപ്പൊ രാഷ്ട്രപതിയുടെ അധികാരം അഥവാ എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് എന്ന ചോദ്യമായിരിക്കും വരിക. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ അഥവാ പവേഴ്സ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് നിങ്ങൾ എഴുതേണ്ടത് എന്തൊക്കെയാണ്? രാഷ്ട്രപതിക്ക് പ്രധാനമായും 4 അധികാരങ്ങളാണുള്ളത്. എക്സിക്യൂട്ടീവ് അധികാരം,
നിയമനിർമ്മാണ അധികാരം, ധനകാര്യ അധികാരം, ന്യായാധികാര അധികാരം. അതിൽ എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണപരമായ ചുമതലകളെയാണ് എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളും രാഷ്ട്രപതിയുടെ പേരിൽ നടക്കുന്നു. സായുധ സേനയുടെ പരമോന്നത കമാൻഡർ രാഷ്ട്രപതിയാണ്. അപ്പോ എക്സിക്യൂട്ടീവ് അധികാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളും രാഷ്ട്രപതിയുടെ പേരിൽ നടക്കുന്നു. സായുധ സേനയുടെ പരമോന്നത കമാൻഡർ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോ കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ആരിലൂടെയാണ് നടക്കുക? രാഷ്ട്രപതിയുടെ പേരിലൂടെയാണ് നടക്കുക. പ്രധാനമന്ത്രിയെ കണ്ടെത്തുക, മറ്റ് മന്ത്രിസഭാംഗങ്ങളെ കണ്ടെത്തുക, പ്രധാനമന്ത്രിക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇതൊക്കെയാണ് എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളും രാഷ്ട്രപതിയുടെ പേരിലാണ് നടക്കുന്നത്. മാത്രല്ല സായുധ സേന പറഞ്ഞാല് പട്ടാളത്തിന്റെ പരമോന്നത കമാൻഡർ ആണ് ആര്? രാഷ്ട്രപതി. നമ്മുടെ സായുധ സേന, നമ്മുടെ പട്ടാള മേധാവികളുടെ പരമോന്നത കമാൻഡർ ആയിട്ടാണ് ആരെ അറിയപ്പെടുന്നത്? നമ്മുടെ രാഷ്ട്രപതിയെ അറിയപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് യുദ്ധമൊക്കെ നേരിടുമ്പോൾ രാഷ്ട്രപതി പട്ടാള മേധാവികൾക്ക് ആ യുദ്ധത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുക്കുക രാഷ്ട്രപതിയായിരിക്കും. അതേപോലെ നമ്മുടെ രാജ്യത്ത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അക്രമ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഉത്തരവിടുന്നതൊക്കെ നമ്മുടെ രാഷ്ട്രപതിയാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാവിധ പാർലമെന്ററി അധികാരങ്ങളും ഉൾക്കൊള്ളുന്നത് ആരിലാണ്? രാഷ്ട്രപതിയിലാണ്. അതാണ് രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറയുന്നത്. അടുത്തതാണ് നിയമനിർമ്മാണ അധികാരം, ലെജിസ്ലേറ്റീവ് അതോറിറ്റി എന്ന് പറയും. നിയമനിർമ്മാണ അധികാരം, ലെജിസ്ലേറ്റീവ് പവേഴ്സ്. എന്താണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പാർലമെന്റ് സമ്മേളനം വിളിക്കുക, അതേപോലെ തന്നെ ഒത്തുവെക്കുക, പിരിച്ചുവിടുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, അല്ലെങ്കിൽ വീറ്റോ അധികാരം പ്രയോഗിക്കുക, ഇതൊക്കെയാണ് നിയമനിർമ്മാണ അധികാരം. ഇപ്പൊ നിയമനിർമ്മാണ അധികാരം എന്ന് പറഞ്ഞാല് പാർലമെന്റിന്റെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടുന്നതിനും പാർലമെന്റിന്റെ ഇരുസഭകൾ പറഞ്ഞാല് ഏതാണ്? ലോകസഭയും അതേപോലെ തന്നെ രാജ്യസഭയും. ലോകസഭയെയും രാജ്യസഭയെയും ആണ് നമ്മൾ എന്ത് പറയാ? പാർലമെന്റിന്റെ ഇരുസഭകള് എന്ന് പറയാ. അപ്പൊ ആ പാർലമെന്റിന്റെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടുകയും അതേപോലെ തന്നെ സമ്മേളനം നടത്തുകയും പിരിച്ചുവിടുകയും ബില്ലുകൾക്ക്, പാർലമെന്റിൽ പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, അല്ലെങ്കിൽ വീറ്റോ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചില ബില്ലുകൾ പാസ്സാക്കാന് പ്രസിഡന്റിന് മാത്രമേ അധികാരമുള്ളൂ. അതിനെയാണ് വീറ്റോ അധികാരം എന്ന് പറയുക. അപ്പോ വീറ്റോ അധികാരം പ്രയോഗിക്കുക തുടങ്ങിയൊക്കെ ഇത്തരം അധികാരങ്ങളൊക്കെ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? നമ്മുടെ രാഷ്ട്രപതിയിലാണ്. ഇതാണ് രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ധനകാര്യ അധികാരങ്ങൾ. എന്താ ധനകാര്യ അധികാരങ്ങൾ രാഷ്ട്രപതിയുടെ? ധനബില്ലുകൾ അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമാണ്. ധനബില്ലുകൾ അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയുടെ അനുമതി എന്താണ്? ആവശ്യമാണ്. RBI, ഗവർണർ, ഫിനാൻസ് കമ്മീഷൻ അധ്യക്ഷൻ തുടങ്ങിയവരെ നിയമിക്കുന്നതും ആരെന്നെയാണ്? രാഷ്ട്രപതിയാണ്. ഇപ്പോ ധനബില്ലുകൾ അവതരിപ്പിക്കുക എന്നതും രാഷ്ട്രപതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കഴിയൂ? ധനബില്ലുകൾ അവതരിപ്പിക്കാൻ കഴിയൂ. അതേപോലെ തന്നെ RBI, ഗവർണറെ, ഫിനാൻസ് കമ്മീഷൻ, അതേപോലെ ഫിനാൻസ് കമ്മീഷൻ അധ്യക്ഷൻ തുടങ്ങിയവരെ നിയമിക്കുന്നതൊക്കെ എന്താണ്? ധനകാര്യ അധികാരങ്ങളാണ്. അടുത്തതാണ് ന്യായാധികാര അധികാരം. എന്താ ന്യായാധികാര അധികാരം എന്ന് പറഞ്ഞാല് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നതും കുറ്റവാളികൾക്ക് ശിക്ഷ ലഘൂകരിക്കാനോ മാപ്പ് നൽകാനോ ആർക്ക് അധികാരമുണ്ട്? നമ്മുടെ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ചില വലിയ വലിയ ക്രിമിനൽ കേസുകളില് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വധശിക്ഷ ഒഴിവാക്കുക, അവസാനത്തെ ഒരു അത്താണി എന്ന് പറയുന്നത് ആരാണ്? ആ വധശിക്ഷ റദ്ദ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്.
രാഷ്ട്രപതിക്ക് തോന്നുകയാണ് അയാളെ വധശിക്ഷയ്ക്ക് തൂക്കിലേറ്റാൻ വിധിക്കണ്ട, അത് വേണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു നിയമം ഒഴിവാക്കാം. അപ്പോ ഇത്തരത്തിലുള്ള ശിക്ഷാവിധികൾക്ക് മാപ്പ് നൽകാനോ ശിക്ഷാവിധി ലഘൂകരിക്കാനോ ഒക്കെ ഉള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ രാഷ്ട്രപതിക്കുണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട അധികാരം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ അതായത് നിങ്ങളുടെ കയ്യിലുള്ള NIOSന്റെ ഗൈഡിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ഇപ്പൊ രാഷ്ട്രപതിയുടെ പ്രധാന അധികാരങ്ങൾ: എക്സിക്യൂട്ടീവ് അധികാരം, നിയമനിർമ്മാണ അധികാരം, ധനകാര്യ അധികാരം, ന്യായാധികാര അധികാരം. ഇനി നമുക്കറിയാം, ചില സാഹചര്യങ്ങളിൽ രാഷ്ട്രപതി ആ സ്ഥാനത്ത് നിന്നും ഇറങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ രാഷ്ട്രപതിയുടെ എല്ലാ ചുമതലകളും നിറവേറ്റിയ ആരായിരിക്കും? ഉപരാഷ്ട്രപതി ആയിരിക്കും. രാഷ്ട്രപതി ഇല്ലാത്ത പക്ഷം രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ ആര് നിറവേറ്റണം? ഉപരാഷ്ട്രപതിയാണ് നിറവേറ്റേണ്ടത്. ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ഇപ്പൊ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ടാണ് ആരെ പരിഗണിക്കുന്നത്? ഉപരാഷ്ട്രപതിയെ പരിഗണിക്കുന്നത്. രാഷ്ട്രപതിയുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഉപരാഷ്ട്രപതിയെ പരിഗണിക്കുന്നത്. രാഷ്ട്രപതിയുടെ മരണം, രാജിവെക്കൽ, ഇംപീച്ച്മെന്റ് എന്നീ സാഹചര്യങ്ങൾ രാഷ്ട്രപതിയുടെ ചുമതലകൾ ഉപരാഷ്ട്രപതിയാണ് നിർവഹിക്കുന്നത്. ഇപ്പൊ രാഷ്ട്രപതി ഇല്ലാത്ത പക്ഷം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് രാഷ്ട്രപതി ഇല്ലാതെയാവുക? രാഷ്ട്രപതി പെട്ടെന്ന് മരിക്കുക, അല്ലെങ്കിൽ രാജിവെച്ച് പോവുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇംപീച്ച്മെന്റ് ചെയ്യുക, ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക. അപ്പോഴൊക്കെ താൽക്കാലികമായിട്ട് രാഷ്ട്രപതി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആരാണ് കൈകാര്യം ചെയ്യുക? ഉപരാഷ്ട്രപതിയാണ് കൈകാര്യം ചെയ്യുന്നത്. മാത്രല്ല, ഉപരാഷ്ട്രപതിയുടെ മറ്റു ചുമതലകൾ എന്ന് പറയുന്നത് രാജ്യസഭാ സമ്മേളനങ്ങൾ നടത്തുന്നു, ക്രമം പാലിക്കുന്നു. രാഷ്ട്രപതി ഇല്ലാത്ത പക്ഷം രാഷ്ട്രപതിയായിട്ട് പ്രവർത്തിക്കുന്നു. ഉപരാഷ്ട്രപതിയെയും തെരഞ്ഞെടുക്കുന്നത് ആരെന്നെയാണ്? പാർലമെന്റിലെ അംഗങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഉപരാഷ്ട്രപതിയെ കുറിച്ച് വ്യക്തമാക്കാനുള്ളത്. നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതാണ് നമ്മൾ പ്രധാനമന്ത്രിയെ. നമ്മളെ ചാപ്റ്റർ തന്നെ എന്താണ്? കേന്ദ്ര നിർവഹണ വിഭാഗമാണ് അല്ലെ. അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മള് രാഷ്ട്രപതിയെ കുറിച്ച് പഠിച്ചു, ഉപരാഷ്ട്രപതിയെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രിയെ കുറിച്ചാണ്. എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേകതകള്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു യഥാർത്ഥ ഭരണ നേതാവ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് പരിശോധിക്കാം. രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നു. അപ്പൊ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സാധാരണയായി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവാണ് പ്രധാനമന്ത്രി. അപ്പൊ പ്രധാനമന്ത്രിയായി നിയമിക്കുക എങ്ങനെയുള്ള ആളേനെയാണ്? ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഭൂരിപക്ഷമുള്ള പാർട്ടി ഏതാ നോക്കും. ആ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവിനെയാണ് എന്തായിട്ട് തെരഞ്ഞെടുക്കുക? പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുക. ഇപ്പൊ നമ്മളുടെ നിലവിലുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? മോദിജിയാണ് അല്ലെ. നരേന്ദ്രമോദിയാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പൊ 3ാമത്തെ വർഷമാണ് ആ സ്ഥാനത്ത് നിലകൊള്ളുന്നത്. കാരണം ഏറ്റവും ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവായിട്ട് ആണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലെ. അപ്പൊ രാഷ്ട്രപതി ആണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്. ഇനി അധികാരം എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ തലവനായിരിക്കും ആര്? പ്രധാനമന്ത്രി. നമുക്കറിയാം, പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഉൾക്കൊള്ളുന്നതാണ് പാർലമെന്റിലെ ലോകസഭ. ആ ലോകസഭയുടെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. എല്ലാ പ്രധാന നയതന്ത്ര ആഭ്യന്തര തീരുമാനങ്ങളും പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലായിരിക്കും. ഇപ്പൊ എല്ലാ ആഭ്യന്തരവും നയതന്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ആരെന്നെയാണ്? പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിലായിരിക്കും. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ലോകസഭയോട് ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തമായിരിക്കും ഉണ്ടായിരിക്കുക. മാത്രമല്ല, വിശ്വാസ വോട്ട് നഷ്ടപ്പെട്ടാൽ പ്രധാനമന്ത്രി ആ സ്ഥാനത്ത് നിന്നും എന്ത് ചെയ്യണം? രാജിവെക്കേണ്ടതാണ്. ഇപ്പൊ പ്രധാനമന്ത്രിയെ കുറിച്ച് എന്തൊക്കെയാ ടീച്ചർ പറഞ്ഞത്? വളരെ ഷോർട്ടായിട്ടാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. വളരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നിങ്ങൾ അത് വായിച്ചു നോക്കണം. ഇതെന്താന്ന് മനസ്സിലാക്കിയിട്ട് അത് വായിക്കുക. അപ്പൊ നമുക്കറിയാം,
രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുക. സാധാരണയായി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി. അധികാരം എന്ന് പറയുന്നത് മന്ത്രിസഭാംഗങ്ങളുടെ തലവനായിരിക്കും പ്രധാനമന്ത്രി. എല്ലാ പ്രധാന നയതന്ത്ര ആഭ്യന്തര തീരുമാനങ്ങളും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് എടുക്കാറുള്ളത്. ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ലോകസഭയോടാണ് പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക. വിശ്വാസ വോട്ട് നഷ്ടപ്പെട്ടാൽ അദ്ദേഹം രാജിവെക്കണം. ഇനി നമ്മള് ക്യാബിനറ്റും മന്ത്രിസഭയെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം മന്ത്രിസഭാംഗങ്ങളിൽ തന്നെ ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടായിരിക്കും അല്ലെ. ക്യാബിനറ്റ് എന്ന് പറയുമ്പോൾ അതായത് സീനിയർ മന്ത്രിമാരെയാണ് ക്യാബിനറ്റ് മന്ത്രിമാരെ എന്ന് പറയുക. അതായത് പ്രതിരോധം, ആഭ്യന്തരം, അതേപോലെ തന്നെ വിദേശ വ്യാപാരം, അതൊക്കെ അത്തരം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരായിരിക്കും, സീനിയർ മന്ത്രിമാരായിരിക്കും. ധനകാര്യവും പ്രതിരോധവും ആഭ്യന്തരവും കൈകാര്യം ചെയ്യുന്നവരാട്ടോ ക്യാബിനറ്റിൽ വരാറുള്ളത്. അപ്പം സീനിയർ മന്ത്രിമാരായിരിക്കും ക്യാബിനറ്റിൽ ഉണ്ടാവുക. മുതിർന്ന മന്ത്രിമാർ ഉൾപ്പെടുന്ന ഒരു ചെറിയ ഗ്രൂപ്പാണ് ക്യാബിനറ്റ്. അവിടെയാണ് പ്രധാന നയതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പൊ ക്യാബിനറ്റ് എന്ന് പറഞ്ഞാല് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുതിർന്ന മന്ത്രിമാർ മാത്രം ഉൾപ്പെടുന്നതാണ് ക്യാബിനറ്റ് മന്ത്രിമാര്. അവിടെ സീനിയർ മന്ത്രിമാരായിരിക്കും, കുറച്ച് ആളുകളെ ക്യാബിനറ്റിൽ ഉണ്ടാവുള്ളൂ. പ്രധാന നയ തീരുമാനങ്ങളായിരിക്കും എടുക്കുക, നിയമിതമായി യോഗിക്കുന്നു. എന്നാൽ മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടാവും, സഹമന്ത്രിമാരുണ്ടായിരിക്കും, ഡെപ്യൂട്ടി മന്ത്രിമാരുണ്ടായിരിക്കും. അങ്ങനെ എല്ലാ മന്ത്രിമാരും ഉൾപ്പെടുന്നതാണ് മന്ത്രിസഭ. അത് വലിയ സംഘമായിരിക്കും. മാത്രല്ല ഔപചാരിക ഘടനാപരമായ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഔപചാരിക ഘടനാപരമായ 69 ഔപചാരിക ഘടനാപരമായ അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക. മാത്രല്ല മന്ത്രിസഭ എന്ന് പറയുമ്പോൾ എല്ലാ മന്ത്രിമാരും, ക്യാബിനറ്റ് മന്ത്രിമാരും, സ്റ്റേറ്റ് മന്ത്രിമാര്, ഡെപ്യൂട്ടി മന്ത്രിമാര് തുടങ്ങിയ വലിയ ഭരണഘടനാപരമായ ഒരു സംവിധാനമായിരിക്കും മന്ത്രിസഭ. ക്യാബിനറ്റ് എന്ന് പറയുന്നത് മന്ത്രിസഭയുടെ ഒരു ഉപവിഭാഗമാണ് കേട്ടോ. ക്യാബിനറ്റ് മന്ത്രിമാര് പറഞ്ഞാൽ സീനിയേഴ്സ് ആയിട്ടുള്ള മന്ത്രിമാര് മാത്രം ഉണ്ടാവുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുറച്ച് ആളുകൾ മാത്രമുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള മന്ത്രിസഭയെയാണ് ക്യാബിനറ്റ് എന്ന് പറയുക. അവിടെ കുറച്ച് മന്ത്രിമാരെ ഉണ്ടാവുള്ളൂ. മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ ആരൊക്കെ വരും? ക്യാബിനറ്റ് വരും, മന്ത്രിമാര് വരും, സഹമന്ത്രിമാര് വരും, ഡെപ്യൂട്ടി മിനിസ്റ്റർമാര് വരും. അങ്ങനെ എല്ലാവരും ചേർന്ന ഒരു വലിയ സംഘമാണ് മന്ത്രിസഭ. 69 ഘടനാപരമായ അംഗങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. ക്യാബിനറ്റ് എന്നത് മന്ത്രിസഭയുടെ ഒരു ഉപവിഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ക്യാബിനറ്റിന്റെ പ്രത്യേകതയും മന്ത്രിസഭയുടെ പ്രത്യേകതയൊക്കെയാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത് അല്ലെ. അടുത്തത് റെസ്പോൺസിബിലിറ്റി എങ്ങനെയൊക്കെയാണ്. അതായത് ഈ മന്ത്രിസഭാംഗങ്ങളുടെ ഉത്തരവാദിത്തം 2 രീതിയിലുണ്ട്. കൂട്ടുത്തരവാദിത്തം ഉണ്ട്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, വ്യക്തിഗത ഉത്തരവാദിത്വം. ഇപ്പൊ പ്രധാനമന്ത്രി ആണെങ്കിലും മറ്റ് മന്ത്രിസഭാംഗങ്ങളാണെങ്കിലും അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണ്? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കുമ്പോൾ എന്താ പ്രത്യേകത? മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് ഉത്തരവാദികളാണ്. ഒരു മന്ത്രി പൊതുവേദിയിൽ മന്ത്രിസഭാ തീരുമാനത്തെ എതിർക്കരുത്. ലോകസഭയോട് കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അപ്പൊ മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് ഉത്തരവാദികളായിരിക്കും. ഒരു മന്ത്രി പൊതുവേദിയിൽ മന്ത്രിസഭാ തീരുമാനത്തെ ഒരിക്കലും എതിർക്കാൻ പാടില്ല. ലോകസഭയോട് എങ്ങനെയായിരിക്കണം? ഒരു കൂട്ടു ഉത്തരവാദിത്തമാണ് പുലർത്തേണ്ടത്. ഇപ്പൊ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് പാർലമെന്റിലെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് 2 രീതിയിലാണ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കുമ്പോ എങ്ങനെയാണ്? മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് ഉത്തരവാദികളായിരിക്കും. ഒരു മന്ത്രി പൊതുവേദിയിൽ മന്ത്രിസഭാ തീരുമാനത്തെ എതിർക്കാൻ പാടില്ല. ലോകസഭയോട് കൂട്ടുത്തരവാദിത്തമായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്. ഇതിനെയാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്.
അടുത്തതാണ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, വ്യക്തിഗത ഉത്തരവാദിത്തം. ഓരോ മന്ത്രിയും സ്വന്തം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദിയാണ്. വകുപ്പിൽ നടക്കുന്ന പിഴവുകൾക്ക് ആ മന്ത്രി രാഷ്ട്രപതിയോടും പാർലമെന്റിനോടും ഉത്തരം പറയണം. ഓരോ മന്ത്രിയും സ്വന്തം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വ്യക്തിപരമായ ഉത്തരവാദികളാണ്. വകുപ്പിൽ നടക്കുന്ന പിഴവുകൾക്ക് ആ മന്ത്രി രാഷ്ട്രപതിയോടും അതേപോലെ തന്നെ പാർലമെന്റിനോടും എന്ത് ചെയ്യണം? ഉത്തരം പറയണം. ഓരോ മന്ത്രിയും സ്വന്തം വകുപ്പ്, ഓരോ മന്ത്രിമാർക്കും സ്വന്തമായിട്ട് വകുപ്പുണ്ടാവും അല്ലെ? വിദ്യാഭ്യാസ മന്ത്രി, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി, അതേപോലെ ടൂറിസ്റ്റ്, അതേപോലെ വനം, റെയിൽവേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ആരോഗ്യം ഒക്കെ ചെയ്യുന്ന മന്ത്രിമാരുണ്ടായിരിക്കും. അപ്പൊ ഓരോ മന്ത്രിയും സ്വന്തം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം ഉണ്ടാവണം. തന്റെ വകുപ്പ്, ഒരു വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിൽ ആ വിദ്യാഭ്യാസ മന്ത്രിക്ക് കൂട്ടുത്തരവാദിത്വം വേണം, ഒപ്പം എന്തും വേണം? ഒരു വ്യക്തിഗത ഉത്തരവാദിത്വം വേണം. തന്റെ വകുപ്പിൽ നടക്കുന്ന പിഴവുകൾക്ക് ആ മന്ത്രി ആരോട് ഉത്തരം പറയേണ്ടി വരും? രാഷ്ട്രപതിയോടും പാർലമെന്റിനോടും ഉത്തരം പറയണം. ഇപ്പൊ നമുക്കറിയാം, ഏതെങ്കിലും രീതിയിൽ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ചോർക്കപ്പെടുകയോ പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ആ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കേണ്ടി വരും? രാഷ്ട്രപതിയോട് ഉത്തരം കൊടുക്കേണ്ടി വരും. അതിനെയാണ് വ്യക്തിഗത ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, സ്വന്തം നിലയ്ക്കുള്ള ഉത്തരവാദിത്തം. അപ്പൊ ഓരോ മന്ത്രിമാർക്കും കൂട്ടുത്തരവാദിത്വം ഉണ്ട്, വ്യക്തിഗത ഉത്തരവാദിത്വം ഉണ്ട്. കൂട്ടുത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ തീരുമാനങ്ങളും എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് ഉത്തരവാദികളാണ്. ഒരു മന്ത്രി പൊതുവേദിയിൽ മന്ത്രിസഭാ തീരുമാനത്തെ എതിർക്കരുത്. ലോകസഭയോട് കൂട്ടുത്തരവാദിത്തമായിരിക്കണം. എന്നാൽ വ്യക്തിഗത ഉത്തരവാദിത്വം പറഞ്ഞാൽ എന്താണ്? ഓരോ മന്ത്രിയും സ്വന്തം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വ്യക്തിപരമായ ഉത്തരവാദിയാണ്. ഇപ്പൊ വിദ്യാഭ്യാസം ആണെങ്കിലും ആരോഗ്യമാണെങ്കിലും റെയിൽവേ ആണെങ്കിലും മറ്റു ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും അതിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കും, കൂട്ടുത്തരവാദിത്വവും ഉണ്ടായിരിക്കും. ഞാൻ ഇതിന്റെ ഒരു ടിപ്പ് ടീച്ചർ പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 75 പ്രകാരം മന്ത്രിസഭ ലോകസഭയോട് കൂട്ടുത്തരവാദിത്വം പുലർത്തുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ മന്ത്രിസഭ ലോകസഭയോട് എങ്ങനെയാണ്, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് കൂട്ടുത്തരവാദിത്വം പുലർത്തുന്നത്? ആർട്ടിക്കിൾ 75 പ്രകാരമാണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. അടുത്തത് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇന്ത്യയുടെ സായുധ സേനയുടെ പരമോന്നത കമാൻഡർ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ് കേട്ടോ. ഇന്ത്യൻ ആർമി അഥവാ ഈ ഇന്ത്യൻ പട്ടാള മേധാവികൾക്ക് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ രാഷ്ട്രപതിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ സായുധ സേനയുടെ പരമോന്നത കമാൻഡറായിട്ട് ആരെ പരിഗണിക്കുന്നത്? രാഷ്ട്രപതിയെ പരിഗണിക്കുന്നത്. എന്നാൽ യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആരാണ്? പ്രധാനമന്ത്രിയും മന്ത്രിസഭയും രാഷ്ട്രപതി നാമമാത്ര എക്സിക്യൂട്ടീവ് മാത്രമാണ് കേട്ടോ. യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളുമാണ്. മന്ത്രിസഭ ആരോടാണ് ഉത്തരവാദിത്തം? അതായത് വിശ്വാസ വോട്ട് നഷ്ടപ്പെട്ടാൽ മന്ത്രിസഭ എന്ത് ചെയ്യണം? രാജിവെക്കണം. ഇപ്പൊ മന്ത്രിസഭ കൂട്ടുത്തരവാദിത്തമാണുള്ളത്. മാത്രല്ല മന്ത്രിസഭയോട് വിശ്വാസ വോട്ട് നഷ്ടപ്പെട്ടാൽ മന്ത്രിസഭ എന്ത് ചെയ്യണം? താഴെ ഇറങ്ങണം. ഈ രാഷ്ട്രപതിയെ നീക്കം ചെയ്യുക എങ്ങനെയാണ്? ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ മാത്രമാണ് രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാറുള്ളത്. പാർലമെന്റ് ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കുന്നതിലൂടെയാണ് രാഷ്ട്രപതിയെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാറുള്ളത്. ഈ പരീക്ഷയ്ക്ക് വേണ്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. നോക്കൂ. 1, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതി വിശദീകരിക്കുക. 2, രാഷ്ട്രപതിയുടെ യോഗ്യതയും കാലാവധിയും വിവരിക്കുക. 3, രാഷ്ട്രപതിയുടെ എക്സിക്യൂട്ടീവ് നിയമനിർമ്മാണ അധികാരങ്ങളെ കുറിച്ച് എഴുതുക. 4, രാഷ്ട്രപതിയുടെ ധനകാര്യ ന്യായാധികാര അധികാരങ്ങളെ 4 അധികാരം ടീച്ചർ പഠിപ്പിച്ചില്ലേ അത്. അതേപോലെ ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ വിവരിക്കുക. രാഷ്ട്രപതി ഇല്ലാത്തപ്പോഴാണ് ആര് ആ ചുമതല വഹിക്കുക? ഉപരാഷ്ട്രപതി അല്ലെ. പിന്നെ പ്രധാനമന്ത്രിയുടെ നിയമനവും അധികാരവും എന്തൊക്കെയെന്ന് എഴുതുക. മന്ത്രിസഭയും ക്യാബിനറ്റും തമ്മിലുള്ള വ്യത്യാസം. മന്ത്രിസഭ എന്താ ടീച്ചർ? മന്ത്രിസഭയും ക്യാബിനറ്റും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെ കാണിച്ചു തന്നു. ക്യാബിനറ്റ് പറയുന്നത് സീനിയർ മന്ത്രിമാരായിരിക്കും. മന്ത്രിസഭ എന്ന് പറയുന്നത് ആരൊക്കെ? ക്യാബിനറ്റ്, മറ്റു മന്ത്രിമാര്, സഹമന്ത്രിമാര്, ഡെപ്യൂട്ടി മന്ത്രിമാരൊക്കെ ചേർന്ന വലിയൊരു സംഘമാണ് മന്ത്രിസഭ കേട്ടോ. ക്യാബിനറ്റ് ആകുമ്പോ കുറച്ച് സംഘമായിരിക്കുക.
പ്രധാന നയങ്ങൾ മാത്രമാണ് ഇവിടെ തീരുമാനം എടുക്കുക ക്യാബിനറ്റിൽ. പക്ഷെ ഔപചാരിക ഘടനാപരമായ അംഗങ്ങളും 69 അംഗങ്ങൾ എന്തിലുണ്ടായിരിക്കും? മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കും കേട്ടോ. കൂട്ടുത്തരവാദിത്വവും വ്യക്തിഗത ഉത്തരവാദിത്വവും. കൂട്ടുത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങൾക്കും എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് ഉത്തരവാദികളാണ്. ഒരു മന്ത്രി പൊതുവേദിയിൽ മന്ത്രിസഭാ തീരുമാനത്തെ എതിർക്കരുത്. ലോകസഭയോട് മന്ത്രിമാർക്ക് കൂട്ടുത്തരവാദിത്തമാണ് ഉണ്ടാവുക. ഇനി വ്യക്തിഗത ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മന്ത്രിയും സ്വന്തം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് വ്യക്തിപരമായി ഉത്തരവാദിയാണ്. വകുപ്പിൽ നടക്കുന്ന പിഴവുകൾക്ക് ആ മന്ത്രി രാഷ്ട്രപതിയോടും പാർലമെന്റിനോടും ഉത്തരം പറയേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ, അതായത് ഒന്നും കൂടിയും കാണിച്ചു തരാം. ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി ഫോക്കസ് ചെയ്ത് പഠിച്ചു പോയാൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പോ നമ്മുടെ ഒന്നും കൂടി ടീച്ചർ റിപ്പീറ്റ് ചെയ്യാം. യൂണിയൻ എക്സിക്യൂട്ടീവ് എന്താന്ന് പറഞ്ഞെന്നോ? നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് രീതിയും യോഗ്യതയും കാലാവധിയും നമ്മൾ മനസ്സിലാക്കി. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കി. എക്സിക്യൂട്ടീവ് അധികാരം, നിയമനിർമ്മാണ അധികാരം, ധനകാര്യ അധികാരം, ന്യായാധികാര അധികാരം, ഉപരാഷ്ട്രപതിയുടെ ചുമതലകളും അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. പ്രധാനമന്ത്രിയുടെ നിയമനം, അധികാരം, ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി. ക്യാബിനറ്റും മന്ത്രിസഭ എന്താന്ന് മനസ്സിലാക്കി. ഉത്തരവാദിത്വവും, അതായത് കൂട്ടുത്തരവാദിത്വവും വ്യക്തിഗത ഉത്തരവാദിത്വവും എന്താന്ന് മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അപ്പൊ 8 ടോപ്പിക്സ് ആണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ടതായി വരുന്നതായ 8 ടോപ്പിക്സും ടീച്ചർ നിങ്ങൾക്ക് ഷോർട്ടായിട്ടാണ് പറഞ്ഞു തന്നത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ അതേപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്, ഇനിയും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്ക് അടിക്കുക, അതേപോലെ കമന്റ് ചെയ്യുക. ഇനി അടുത്ത ചാപ്റ്ററിന്റെ വീഡിയോവുമായിട്ട്, അതായത് അടുത്ത ചാപ്റ്റർ നമുക്ക് എടുക്കാനുള്ളത് 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ചാണ്. അത് ആ ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. ഓക്കെ.